ഹലോ ഗായ്സ്, അലിയാമണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പറയാനുള്ളൊരു പ്രത്യേകിച്ചൊരു ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു പപ്പയാണ് പറഞ്ഞപ്പോൾ കാറ് കഴുകാൻ ഈ വണ്ടി ഒന്ന് കഴുകാൻ പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കും, പക്ഷേ ഒറ്റയ്ക്കാണ് ഇന്ന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കഴുകി കൊടുക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കഴുകാൻ ഭയങ്കര മടിയാണ്. ഇന്ന് കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ കഴുകാൻ പോകാം. കാറ് കഴുകി വെക്കണം എന്ന് പറഞ്ഞു. വൈകിട്ട് ഞങ്ങൾ പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ വരെ പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം അവരുടെ വീട്ടിൽ പോകണം, പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകണം, അവളെ കെട്ടിച്ച വീട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് യാത്രകളൊക്കെ ഉണ്ടെന്ന് വൈകിട്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം, പറ്റിയെങ്കിൽ എടുക്കും. അപ്പം എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്തൊരു കുഞ്ഞു കാർ ഒറ്റയ്ക്ക് കഴുകിയാൽ എന്നാണ്. എനിക്കിപ്പം മൊത്തം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് ഒരു സൈഡിൽ കഴുകി, അപ്പോൾ നമ്മൾ മറ്റേ സൈഡിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കും. അവിടെ ഞാൻ കുറച്ച് ചെടിയൊക്കെ നനയ്ക്കുന്നതാണ് കാണുന്നത്. എൻ്റെ ഇടയ്ക്ക് അങ്ങനെ വെള്ളം മൊത്തം കാർ മൊത്തം നനച്ച്, പിന്നെ അതിൻ്റെ വൈപ്പറൊക്കെ പൊക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അതെല്ലാം പൊക്കി എല്ലാം വെള്ളം മൊത്തം ഒഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷാമ്പൂവിൻ്റെ കാര്യത്തിനാണ്, ഞങ്ങൾക്ക് കാറ് കഴുകുന്ന ഷാമ്പൂ തീർന്നു പോയി. അപ്പം ഷവർ ജെൽ എടുത്തു. അത് മൊത്തം പിള്ളേർ മൊത്തം വെള്ളം കലക്കി വെച്ചു ബാത്റൂമിൽ കയറി കുളിക്കാൻ നേരമായപ്പം. പിന്നെ അത് വെച്ചങ്ങ് കഴുകി. പിന്നെ ഇങ്ങനെ മൊത്തം ഞാനങ്ങനെ പൊതുവെ കാറൊന്നും ഒറ്റയ്ക്ക് കഴുകാറില്ല. ഒന്നെങ്കിൽ അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാവും. അമ്മ എപ്പോഴും കഴുകാൻ കൂടുമായിരുന്നു. പിന്നെ പപ്പയും ഒക്കെ കൂടുമായിരുന്നു, പക്ഷേ അവർക്കൊന്ന് പറമ്പിൽ പണിയുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കിച്ചണിൽ ജോലി ഉണ്ടായിരുന്നു, ചേച്ചിക്ക് പുറത്ത് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഴുകി. പെട്ടെന്ന് തീരുമാനിച്ച് അവരുടെ അടുത്ത് പോകണം എന്നൊക്കെ. അങ്ങനെ കാറ് സോപ്പൊക്കെ ഷാമ്പൂ ഒക്കെ ഇട്ട് മൊത്തം കഴുകി കഴിഞ്ഞു. പിന്നെ വെള്ളമെല്ലാം കോരി. അതിനിടയ്ക്ക് പൈപ്പ് ഇങ്ങനെ പിന്നെ ഒടിഞ്ഞു പോകും. അപ്പോൾ അത് തിരിക്കാൻ വേണ്ടി, നേരെയാക്കാൻ വേണ്ടി അവിടെ പോകണം. പിന്നെ ടാപ്പ് തിരിക്കാൻ അപ്പുറം പോകണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ബുദ്ധിമുട്ടും ഒക്കെ എന്നെ ഉൾക്കൊണ്ട് ഞാനത് മൊത്തം കഴുകി കൊടുത്തു. പപ്പയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവസാനം കഴുകി വൃത്തിയാക്കി. ടയറൊക്കെ കഴുകാൻ പറ്റുന്ന പോലെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സി യു.